ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അടമാങ്ങയാണ്. ഇപ്പോൾ ഒരു സീസണിൽ നമുക്ക് മാങ്ങയുടെ സീസണിൽ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഒരു വർഷം വരെ നമുക്കിത് സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. അപ്പോൾ ഇതിന് മുൻപ് ഞാൻ ഒരുപാട് മാങ്ങയുടെ റെസിപ്പീസ് കൊടുത്തിട്ടുണ്ട്. കണ്ണിമാങ്ങ അല്ലാതെ മാങ്ങ കൊണ്ടുള്ള ഒരുപാട് വിഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ പ്ലേലിസ്റ്റിലുണ്ട്, അത് കാണാം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് അടമാങ്ങയാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അതിൽ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനുടൻ നോട്ടിഫിക്കേഷൻസ് വരൂ. അപ്പോൾ നമുക്കൊട്ടും സമയം കളയാതെ റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ മാങ്ങയുടെ സീസണിൽ നമുക്ക് ചെയ്ത് ഒരു വർഷം വരെ സൂക്ഷിക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ അടമാങ്ങ. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് മാങ്ങ എടുത്തിട്ടുണ്ട്. ഇതിനെ നന്നായിട്ട് കഴുകിയതിന് ശേഷം തുടച്ചിട്ട് നമുക്കിതിനെ വലിയ പീസുകളായി മുറിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ മാങ്ങ അരിഞ്ഞെടുത്തു. ഇതുപോലെ നല്ല വിളഞ്ഞ മാങ്ങയായിരിക്കണം. ഈ നല്ല കൂട് വെച്ച മാങ്ങയാണ്. അപ്പോൾ ഇത് ഈ ഒരു ഷേപ്പിന് അരിഞ്ഞെടുത്തു. ഇതുപോലെ വലിയ പീസുകളായി മുറിച്ചതിന് ശേഷം വരുന്ന അതിൻ്റെ ചെറിയ പീസുകളൊക്കെ ഇത് നമുക്ക് പ്രത്യേകം മീനിലിടാനോ വേറെ കറികൾ വയ്ക്കാനോ ഒക്കെ ഉപയോഗിക്കാം. അടമാങ്ങയ്ക്ക് വേണ്ടി നമ്മൾ എടുക്കുന്നത് ഇതുപോലെയൊക്കെ എടുത്ത വലിയ പീസാണ്. ബാക്കി ഈ അടിഭാഗത്തൊക്കെ വരുന്നതിനെ ചെത്തിയെടുക്കുന്നതാണ് ഈ ഒരു ചെറിയ ഭാഗം. ഇത് നമുക്ക് പ്രത്യേകം വേറെ കറികൾക്കൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ അടമാങ്ങയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് ഇതുപോലത്തെ വലിയ പീസുകളാണ്. അപ്പോൾ ഇതിനി നമുക്ക് ഇപ്പോൾ ഞാൻ 15 മാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഉപ്പിലിട്ട് വയ്ക്കാം. നല്ലൊരു ഡ്രൈ ആയിട്ടുള്ള ബോട്ടിലെടുത്ത് നമുക്ക് നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ബോട്ടിലെടുക്കാം. കുറേ ഇട്ടതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 3-4 ലെയറായിട്ട് മാങ്ങയും ഉപ്പുമായിട്ട് ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ വരെ ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി നല്ലപോലെ ഇത് കുലുക്കിയിട്ട് നമുക്കിത് അടച്ച് വയ്ക്കാം. അപ്പം ഞാൻ ഒരു ദിവസം ഉപ്പ് ചേർത്ത് ഇതുപോലെ മിക്സ് ചെയ്ത് നന്നായിട്ട് കുലുക്കി വെച്ചിരുന്നു. ഇന്ന് നമുക്ക് ഇത് എടുത്ത് വെയിൽ കാണിക്കണം. അപ്പം ഞാൻ ഇതുപോലെ ഒരു പ്ലേറ്റിൽ 1-2 പ്ലേറ്റിൽ എടുത്ത് നല്ല വെയിലുണ്ടെങ്കിൽ ആ വെയിലിൽ വയ്ക്കണം. അപ്പോൾ ഞാൻ ഒരു 3 പ്ലേറ്റിലായിട്ട് ഇതിനെ നിരത്തി വെച്ചു. അതുപോലെ ഈ കുപ്പിയിൽ ഇപ്പോൾ കുറച്ച് വെള്ളം കിടപ്പുണ്ട്. നമ്മൾ ഇതിനെയും കുറച്ച് സമയം വെയിൽ കാണിച്ച് എടുക്കണം. അപ്പോൾ നമ്മൾ ഒരു ദിവസത്തെ വെയിൽ കാണിച്ചിട്ട് ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ തിരിച്ച് നമ്മൾ ഇതേ ബോട്ടിലിൽ തന്നെ ഇട്ട് നല്ലപോലെ കുലുക്കി വയ്ക്കണം. ഇതിൽ ബോട്ടിലിൽ വെള്ളമുണ്ട്, ഉപ്പുവെള്ളം. അപ്പോൾ അതിൽ നമ്മൾ ഇട്ടിട്ട് നന്നായിട്ട് കുലുക്കി വയ്ക്കണം. അപ്പോൾ ഇത് നെക്സ്റ്റ് ഡേ ആയിട്ടുണ്ട്. ഇന്നും നമുക്കിതുപോലെ വെയിൽ കാണിക്കണം.
അപ്പോൾ നമുക്കിനി ഇതിൽ പൊടികൾ ചേർത്ത് കൊടുക്കണം. ഞാനൊരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ കായപ്പൊടിയും എടുത്തിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പം കുറച്ചുകൂടെ ചേർത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. ഇത് തണുത്തതിന് ശേഷം നമ്മൾ ഉണക്കിയെടുത്ത മാങ്ങയിൽ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ മാങ്ങ ഞാൻ ഒരു 4 ദിവസം വെയിലിൽ വെച്ച് എടുത്തതാണ്. അപ്പോൾ ആദ്യം ഉപ്പ് വെള്ളത്തിൽ കിടന്ന മാങ്ങയെ ഓരോ ദിവസവും വെയിലിൽ വെച്ചതിന് ശേഷം തിരിച്ച് ഈ ബോട്ടിലിൽ തന്നെ ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വയ്ക്കും. വീണ്ടും എടുത്ത് വെയിലിൽ വയ്ക്കും. പിന്നെയും വെയിലിൽ നിന്ന് എടുത്ത് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ബോട്ടിലിൽ തന്നെ തിരിച്ചിട്ട് കുലുക്കി വയ്ക്കും. അങ്ങനെ 4 ദിവസം നമ്മൾ ചെയ്ത് എടുത്ത് 4-ാം ദിവസമൊക്കെ ആയപ്പോൾ ഇതിൽ വെള്ളമൊക്കെ മുഴുവനും വറ്റിക്കഴിഞ്ഞു. അങ്ങനെ ഉണക്കിയെടുത്ത മാങ്ങയാണ്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഈ മുളക് പൊടി നമ്മൾ റെഡിയാക്കിയത് ഇപ്പോൾ ഈ മാങ്ങ ഉണങ്ങി ഇതെങ്ങനെയാണുള്ളത്. ഈ മാങ്ങ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഉണ്ട്. ഒരുപാട് അങ്ങനെ ഡ്രൈ ആയിട്ടില്ല. അപ്പം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. പക്ഷേ മാങ്ങ നല്ല സോഫ്റ്റാണ്. ഇനി നമുക്ക് ഈ മുളകുമായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഞാൻ മുളകും ഉപ്പും കായവും കൂടെയുള്ള ആ ഒരു കൂട്ട് ഇതിൽ ചേർത്ത് കൊടുത്തു. നന്നായിട്ട് മിക്സ് ചെയ്തു. അപ്പോൾ നല്ല ടേസ്റ്റാണ്. മാങ്ങ നല്ല സോഫ്റ്റായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിൽ ഇനി വേറെ ഒന്നും തന്നെ ചേർക്കുന്നില്ല. അപ്പോൾ ചില മാങ്ങയൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രം നല്ലെണ്ണയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്. നല്ല പാകത്തിനുള്ള നല്ല സോഫ്റ്റ്നെസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ നല്ലെണ്ണയൊന്നും ചേർക്കുന്നില്ല. ഇനി ഇത് നമുക്ക് നല്ല ഡ്രൈ ആയിട്ടുള്ള ബോട്ടിലിൽ ഇട്ട് സൂക്ഷിക്കാം. അത് പുറത്ത് തന്നെ കേടുകൂടാതിരിക്കും. വേണമെങ്കിൽ ഫ്രിഡ്ജിലും വെച്ച് സൂക്ഷിക്കാം. അപ്പോൾ വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി. ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.